Hello friends, welcome to our YouTube channel. ഇന്ന് 7 ഏപ്രിൽ 2024. ഞങ്ങളെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. സോ ഇതിൻ്റെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്ക്രിപ്ഷനോ ലൈക്ക് റവന്യൂ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലല്ല ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം നമ്മളുടെ ഡെയിലി കാര്യങ്ങളല്ല, നമ്മുടെ ഒരു മെമ്മറീസ് അതൊന്ന് നിങ്ങളായാലും കാണിക്കാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹം, അത്രേ ഉള്ളൂ. ലൈക്ക് മെയിൻ ഒരു 5-10 വർഷം കഴിഞ്ഞതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കൊരു ഇത് അത് വിചാരിച്ചിട്ടാണ്, മെയിനായിട്ട് അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങുന്നത്. ഇന്ന് നമ്മളെ നോമ്പ് 27 ഇന്ന് നോമ്പ് 27 ഇന്ന് നമ്മൾ ഈദ് ഷോപ്പിങ്ങിന് പോവുകയാണ്. സോ ആക്ച്വലി കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ചെറിയ പെരുന്നാളാണ്. ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നവരാ. സോ ഞങ്ങളുടെ ഫ്രീ ടൈമിൽ ഡെയിലി വ്ളോഗ്സ് ഇടാനും താല്പര്യമില്ല. സോ ഞങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ലൈഫിൽ നടക്കുകയാണെങ്കിൽ അത് ഞാൻ ഡെഫിനറ്റ്ലി ഷെയർ ചെയ്യും. സോ അല്ലെങ്കിൽ വീക്ക്ലി വൺസോ നമ്മുടെ പ്ലാൻ അനുസരിച്ച്. ഓക്കെ, സോ നമ്മൾക്ക് ഇന്ന് ഇത് ഷോപ്പിങ്ങിന് പോകാം. സോ നമ്മൾ വണ്ടി കയറിയിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സമയം 8 മണി കഴിഞ്ഞിരിക്കുന്നു. നോമ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ലേറ്റായി. ഇനി അവിടെ ചെന്നിട്ട് വല്ലതും കിട്ടുമോ എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും പോവുക നമ്മൾ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് ലുലുമാളിലാണ് പോകുന്നത്. സോ അപ്പം ലുലുമാൾ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ലുലുമാൾ എന്ന് പറയുമ്പം ഞങ്ങൾ ട്രിവാൻഡ്രക്കാരാണ്. സോ ഞങ്ങൾ ട്രിവാൻഡ്രം ലുലുമാളിലാണ് പോകുന്നത്. അതാണ് ഞങ്ങളുടെ പ്ലാൻ. പിന്നെന്താ പറയാനുള്ളത്? ഫുഡ് ഞങ്ങൾ പുറത്തുനിന്ന് ചെറുതായിട്ട് കഴിക്കും. ബിക്കോസ് ഞങ്ങൾ നോമ്പ് കുറിക്കാൻ നേരത്ത് കഴിച്ചായിരുന്നു. ഫുഡായിട്ട് കഴിച്ചില്ല, നമുക്ക് സ്നാക്സ് ചായ ഒക്കെ കഴിച്ചായിരുന്നു. സോ അത് കഴിച്ചായിരുന്നു. അപ്പോൾ ലെറ്റ്സ് സീ അവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ വന്ന ദിവസം ഭയങ്കരമായ തിരക്ക്. ലൈക്ക് ഞങ്ങളിപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് അടുപ്പിച്ചായി ഞങ്ങളിവിടെ കിടക്കുക. വണ്ടി അങ്ങോട്ടും അനങ്ങുന്നില്ല, ഇങ്ങോട്ടും അനങ്ങുന്നില്ല. അയ്യോ, സൺഡേ ഇറങ്ങിയുള്ള പ്രശ്നം ഇതാ. സോ എനിക്ക് തോന്നുന്നു എല്ലാവരും ലൈക്ക് നെക്സ്റ്റ് വീക്ക് ഇതാണല്ലോ, അപ്പോൾ എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ 3/4 മണിക്കൂറിന് ശേഷമാണ് അകത്ത് കയറുന്നത്. സോ ഇവിടെ ഫുൾ ലൈറ്റിങ്ങും ബാക്കിയുള്ള ഇതിന്റെ തിരക്കും ലൈറ്റിങ്സും ഒക്കെയാണ്. നമ്മൾ ഷോപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഞങ്ങൾ സുഡിയോയിലാണ് കയറുന്നത്. എന്താണ് പറയാനുള്ളത്? എത്ര എണ്ണം എടുത്തു? ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഗൈസ്, എടുത്തല്ല ബിസിയാണ്. ബാഗ് മൊത്തം റിയാനയുടെ ഒരു മണിക്കൂറായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. പണ്ടിലുണ്ട് ഗൈസ്, എനിക്ക് വേണ്ടി ഒന്നും എടുത്തിട്ടില്ല, എല്ലാം എടുത്ത് ജെസ്സിക്ക് വേണ്ടിയാണ്. മൊത്തം ഇവർക്ക് വേണ്ടിയാണ്. ഫ്രണ്ട്സ്, അടുത്ത ഷോപ്പിൽ വന്നിരിക്കുകയാണ് സ്നാക്സിൽ. അവിടെ അരിച്ച് പറക്കുന്ന എൻ്റെ വൈഫ്. ഹലോ, ഹായ് പറ. പിന്നെ അരിച്ച് പറക്കുന്ന ഞങ്ങൾ അടുത്ത ഷോപ്പിലും കയറി. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല, ഞാൻ ഒന്നും എടുത്തില്ല. സോ ജെസ്സി എടുത്ത്
സോഡിയൊന്നും എടുത്തായിരുന്നു ജീൻസ്. ആൻഡ് ഞങ്ങൾ ഇതാ ഞങ്ങളിനി ഫുഡ് അടിക്കാൻ പോകുന്നു. നമ്മളുടെ ഇതിൻ്റെ ലാസ്റ്റ് സൺഡേയുടെ തിരക്കാണ്. സോ ഞങ്ങൾ ഫുഡ് കോർട്ടിലെത്തി. ഞാനൊരു ചായ കുടിച്ചിവിടെ ഇരിക്കുകയാണ്. ജെസ്സി അവിടെ KFCയുടെ ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സോ യാ cheers. ഭയങ്കര ഫേവറേറ്റ് ആണ്. ഇന്ന് മച്ചാടെ ബർത്ത്ഡേയാ. ഇന്നല്ല നാളെ ബർത്ത്ഡേയാ. മച്ചാന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ഹസ്ബൻഡ്. സോ നാളെ ആ ബർത്ത്ഡേ. 1/2 hour ഉണ്ട്. സോ 12 മണിക്ക് കട്ട് ചെയ്യാം. പക്ഷെ ഉറപ്പില്ല നാളെയാണോ ബർത്ത്ഡേ ആണെന്ന് അറിയില്ല. അവസാനം നമ്മൾ സെലക്ട് ചെയ്തു മാംഗോ കേക്കാണ്. മാംഗോയുടെ ഫ്ലേവറുള്ള. ഇനി അത് നമ്മൾ പേരെഴുതി സെറ്റ് ചെയ്തിട്ട് വരാം. സോ ബർത്ത്ഡേ കേക്കും വാങ്ങി ഞങ്ങളിതാ പേയ്മെൻറ്റ് സെക്ഷനിലോട്ട് പോവുക. ഓക്കെ. സോ ഞങ്ങൾ പരിപാടീസൊക്കെ കഴിഞ്ഞു. ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുക തിരിച്ച്. വീട്ടിൽ ചെന്നിട്ട് ഒരു കേക്ക് കട്ടിങ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം സമയം 11:45 12 മണിക്കാണ് കേക്ക് കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ടൈമിൽ എത്തണം ഇൻഷാ അല്ലാഹ്. അപ്പം വീട്ടിലെത്തിയിട്ട് കാണാം. 12 മണിയായി. ഞങ്ങളിതാ കേക്ക് ആയിട്ട് വീട്ടിൽ പോവുകയാണ്. ഇത്താടെ വീട്ടിൽ. സോ ഞാൻ എല്ലാവരും വിളിച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ സമയം 12:30. സോ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് നല്ല ദിവസമായിരുന്നു. കറക്റ്റ് അടിയൻ്റെ ബർത്ത്ഡേയും നമ്മൾ മാളിൽ പോയപ്പോഴാണ് അറിഞ്ഞത് അടിയൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇത്താടെ വായിന്ന് അറിയാതെ വീണുപോയി. നല്ലൊരു ദിവസമായിരുന്നു. ജസ്റ്റിക്ക് നല്ല ദിവസമായിരുന്നു. ബിക്കോസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഏകദേശം 5000 രൂപ പിടിച്ചിട്ടുണ്ട്. ഇന്നലെ ആർക്കും വാങ്ങിയില്ല. ഇന്നലെ 5 ഡ്രസ്സാണ്. 5 ഡ്രസ്സാണ്, 5 ടോപ്പാണ് എടുത്തു കൊടുത്തത്. അതൊന്നും പറയാനില്ല. ഇന്നാണ് വീഡിയോ തുടങ്ങിയത്. പക്ഷെ ഇന്നത്തെ കാര്യം പറയാൻ പറ്റും. ഓക്കെ. സോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ പോകണം. ബൈ. സോ ബൈ.